പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി നടക്കാനിരിക്കുന്ന ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ടി പി ഷാജിക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളോട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽജി കേരളത്തിൽ വന്ന് 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കുകയും ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് ഞങ്ങൾ 3 മാസത്തിനകം നടപ്പിലാക്കും എന്ന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ ഗ്യാരണ്ടി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. ഇങ്ങനെ 5 ഗ്യാരണ്ടികളാണ് രാഹുൽജി നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അധികാരത്തിൽ വന്ന് 3 മാസം കഴിയുമ്പോൾ അത് നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ നടപ്പിലാക്കും എന്നതിനുള്ള ഉദാഹരണം കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ ഗ്യാരണ്ടികളും എല്ലതും നടപ്പിലാക്കുകയും എല്ലാ കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രഖ്യാപിച്ചതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വന്ന് രാഹുൽജി ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികാരത്തിൽ വന്ന് 3 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് രാഹുൽജി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ ടി പി ഷാജിക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട്, കൈയടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.